ഹലോ. ചില സംഭവങ്ങൾ നമ്മൾ മുളയിലേ നുള്ളിക്കളയണം എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ആളാണ് നമ്മുടെ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് കേട്ടോ. ആദ്യമൊന്നും എനിക്ക് ഇത്രയും കുഴപ്പം പിടിച്ചൊരു സംഭവമാണ് ഈ ഡാൻഡ്രഫ് എന്ന് അറിയത്തില്ലായിരുന്നു. അത് കാരണം ഞാൻ തലയിൽ താരം വരുമ്പോൾ ട്രീറ്റ് ചെയ്യാണ്ട് വിട്ട് അത് പിന്നെ എനിക്ക് മുഖത്തിലോട്ട് വീണ് മുഖത്ത് കുരുക്കളൊക്കെ പിടിച്ച് പുരുകം വരെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിൽ ഈ ഡാൻഡ്രഫ് എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ താരൻ വന്ന് തുടങ്ങിയാൽ തന്നെ ഞാൻ ഉടനടി അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്തിട്ട് അത് ബ്ലോക്ക് ചെയ്യും. കാരണം പിന്നെ അത് അവിടെ നിന്ന് അങ്ങോട്ട് മുഖത്തോട്ട് വീഴാനും ഭയങ്കരമായിട്ട് ആക്നേസ് ഉണ്ടാകാനും അതുപോലെ തന്നെ തലയിലാണെങ്കിലും ഭയങ്കര ഇച്ചിങ്ങും ജസ്റ്റ് സ്കിന്നൊക്കെ പൊട്ടി തുടങ്ങുന്ന അവസ്ഥയിലെത്തും. അത് കാരണം എൻ്റെ അടുത്ത് സൂപ്പർ റിസൾട്ട് കിട്ടിയ ഒരു പാക്കുണ്ട്. അതാണ് ഞാനിപ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ്. ഏത് ബ്രാൻഡിൻ്റെ വേണേൽ എടുക്കാം കേട്ടോ. ഞാൻ ധാത്രിയുടെയാണ് എടുക്കുന്നത്. നമ്മൾ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മേടിക്കുക. പിന്നെ ഇത് ടീ ട്രീ ഓയിലാണ്. ഇത് ശരിക്കും ഡാൻഡ്രഫിന് നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ. പിന്നെ ഞാൻ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ മുടിക്കും മാത്രമല്ല ഫേസിനും നല്ലതാണ്, സ്കിന്നിനും നല്ലതാണ്. പക്ഷേ ഇതൊരു അത്ഭുത കൂട്ടാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം അത്രയും നമ്മുടെ ഒരു 1-2 പ്രാവശ്യത്തെ യൂസിൽ തന്നെ നമുക്ക് ഭയങ്കര റിസൾട്ടാണ്. അപ്പം എന്തായാലും പാക്ക് റെഡിയായ സ്ഥിതിക്ക് ഞാൻ ആദ്യം എൻ്റെ ഫേസിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സിലിക്കൺ ബ്രഷ് ഇങ്ങനെ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാട്ടോ. ഞാനിത് ഓൺലൈൻ മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ സ്ക്രബുണ്ട്. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പിന്നെ നമുക്ക് നല്ല ജെൻറ്റിലായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാനും ഓപ്പോസിറ്റ് സൈഡ് ബ്രഷ് ഉണ്ട്. നല്ല സംഭവം കേട്ടോ. ഇത് നമുക്ക് ചെറിയ രീതിയിൽ തന്നെ മുഖത്ത് കുരുക്കളൊക്കെ വന്ന് തുടങ്ങുമ്പോഴേ ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ ഇതേ കണ്ട, ഞാൻ പറഞ്ഞില്ല ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഞാനിനി ഈ പാക്ക് മുഖത്ത് ഇട്ട് കൊടുത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തുകൂടെ കൊടുക്കാൻ പോവുകയാണ് ആ ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും കൊളാജിൻ കൂടാനും ഒക്കെ നല്ലതാട്ടോ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റാണ്. ഞാനിത് കിട്ടുമെങ്കിൽ ഞാനൊന്ന് ടാഗ് ചെയ്തേക്കാം. ഈ ഒരു പാക്ക് ഞാൻ ഫേസിൽ ഇടാറുണ്ട് കേട്ടോ. നോർമലി നേരത്തെയൊക്കെ കുരു വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതുപോലെ ഇത്തിരി ഓയിലി സ്കിന്ന്, ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക്, ഡാൻഡ്രഫ് ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാനിത് തലയിൽ അപ്ലൈ ചെയ്യുകയാണ്. സ്കാൽപ്പിൽ നല്ലതുപോലെ നമ്മളിതൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇത് ഓവർനൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് ഒരു 1 hour ഇടുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ഓവർനൈറ്റ് അപ്ലൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ്. ഒരു തരി പോലും ഇല്ലാണ്ട് നമ്മുടെ തലയിൽ താരനൊക്കെ മാറും കേട്ടോ. അതും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു വിസിബിൾ ചേഞ്ച് ഉണ്ടാവും. വീക്കിലി 2 പ്രാവശ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഒക്കെ നല്ലതാണ്. കാരണം വൈറ്റമിൻ ഇ എന്ന് പറയുന്ന അത് ഭയങ്കരമായിട്ട് നമ്മുടെ മുടിക്ക് നല്ലതാട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. ഇനി നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഞാൻ മുടി ഒന്ന് കെട്ടിവെക്കും. 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് ഞാനിതൊന്ന് വാഷ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടിപ്പാണ്. ഞാൻ ബെറ്റ് വെക്കുന്നത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡിക്റ്റ് ആയിപ്പോവും. അത്രയും നല്ല സംഭവം കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.